കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. ഇഗ്നോ എംകോമിന്റെ പേപ്പർ ആയിട്ടുള്ള MCO 23 സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡിസംബർ 2024 എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സമയം ഒന്നും കളയാതെ തന്നെ നന്നായിട്ട് പഠിച്ച് നമുക്ക് എക്സാം പാസ്സാകാവുന്ന രൂപത്തിലോട്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാമെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതുവരെ ഉള്ള എക്സാം പാറ്റേണുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ നമുക്കത് അതിൻ്റെതായ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് എക്സാമിന് നേരിടാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് പറ്റും. നമുക്ക് കൂടുതൽ നോക്കേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ സ്റ്റഡി നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമുക്ക് ആൻസർ എഴുതി പാസ്സാകാനായിട്ട് പറ്റുന്ന രൂപത്തിലോട്ട് തന്നെയാണ്, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തപ്പോൾ എക്സാമിന്റെ റെലവൻസ് അനുസരിച്ചുകൊണ്ട് തന്നെ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എല്ലാം ഇതിന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ ട്രെൻഡും പാറ്റേണും എല്ലാം അനലൈസ് ചെയ്ത് ഇനി എങ്ങനെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള രൂപത്തിലോട്ട് തന്നെ ആണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, യൂണിറ്റ് വൈസ് നമ്മൾ പറയുന്നുണ്ട്, ടോപ്പിക് വൈസ് നമ്മൾ പറയുന്നുണ്ട്, ഏതാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഏരിയ ഏതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോബിലിറ്റി അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഏതാണ്, കുറവ് ഏതാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലെല്ലാം നമ്മൾ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ അനാലിസിസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നോക്കിയതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിന്റെ ട്രെൻഡും പാറ്റേണും എല്ലാം അനുസരിച്ചുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് പോർഷനിലായിട്ട് നമുക്കത് ഈ ഡിസംബർ 24 ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ള രൂപത്തിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന് ആൻസർ എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ളതും ഇതിന്റെ ഇവാലുവേഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിളും ആയിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് കുറെ സ്ട്രാറ്റജികളാണ് അല്ലെ, കുറെ കൺസെപ്റ്റുകൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നതും അതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തിയറി നമുക്കറിയാം, അപ്പൊ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ പഠിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം ഹാളിലോട്ട് കയറാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സാമിന്റെ റെലവൻസ് അനുസരിച്ച് കൊണ്ട് തന്നെ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസ് തന്നെയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബ്ലോക്ക് 1-നകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ യൂണിറ്റ് ആണ്, അതുപോലെ ഏത് ടോപ്പിക്കാണ് ചോദിക്കുന്നത്, എത്ര തവണ അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിനകത്താണ് പറയുന്നതെങ്കിൽ
ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് 1 ടോപ്പിക് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി. അത് 5 ടൈംസ് ആണ് നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് അറിയാം, നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ഒരു സ്ട്രാറ്റജിക് ഫ്രെയിം വർക്ക് പറയുന്നുണ്ട്. അത് 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെയും തന്നെ ഇമ്പോർട്ടൻസ് ഹൈ ആണ്, നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ യൂണിറ്റ് 3 ഗ്ലോബൽ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മീഡിയം ലെവലിലാണ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്ലോക്ക് 2 പറയുന്നത് യൂണിറ്റ് 4 ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് പറയുന്നത് 7 ടൈംസ് ആണ് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. അപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ യൂണിറ്റ് 5 കോമ്പറ്റിറ്റീവ് അനാലിസിസ് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെയും ഇമ്പോർട്ടൻസ് ഹൈ ആണ്. പിന്നെ യൂണിറ്റ് 6 ഇന്റേണൽ അനാലിസിസ്, അതും 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് ഹൈ ആണ്. യൂണിറ്റ് 7 ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, അത് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം ലെവലിലാണ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 3 ഒരു യൂണിറ്റ് 9 കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി പറയുന്നുണ്ട്. അത് 3 ടൈംസേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ലോ ആണ് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യൂണിറ്റ് 10 നിന്ന് സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് മീഡിയം ലെവലിലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് 4 നിന്ന് യൂണിറ്റ് 13 നിന്ന് ഇവാലുവേഷൻ, അത് തന്നെ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം തന്നെ നമ്മൾ ആ ഒരു ആവറേജ് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ലോ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാതിരിക്കരുത്, അതും തന്നെ നിങ്ങൾ നോക്കിയിട്ടേ എക്സാം ഹോളിലോട്ട് പോകാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ കണ്ടിട്ടുള്ള ടേബിളിനനുസരിച്ചിട്ട് നമ്മളത് ഒരു ഗ്രാഫിലോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഗ്രാഫിലോട്ട് മാറ്റിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഈ ബാർ ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഇതിനകത്ത്. നമുക്കറിയാം സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത് ബ്ലോക്ക് 2 നിന്നാണ്. ഇതുവരെയുള്ള പാറ്റേൺ അനുസരിച്ച് കേട്ടോ, ഇതുവരെയുള്ള പാറ്റേൺ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ബ്ലോക്ക് 2 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 നിന്നാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 4, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മളതൊരു പൈ ഡയഗ്രത്തിലോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ നമ്മൾ പറഞ്ഞ ഹൈ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് 60% ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുള്ള ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30% ക്വസ്റ്റ്യൻസ് ആണ് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ലോ ആണെന്ന് പറഞ്ഞിട്ട് ലോ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക് ഉണ്ടായിരുന്നു. അതാണ് 10% ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസിന് അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലൊരു പൈ ഡയഗ്രം ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിന്റെ ആ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഹൈ ഇമ്പോർട്ടൻസും ലോ ഇമ്പോർട്ടൻസും ഒക്കെ എന്താണെന്നും അത് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്, ഏത് ബ്ലോക്ക് എന്നാണ് കൂടുതൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിൽ എക്സാമ്പിൾ സഹിതം തന്നെ പറയുന്നുണ്ട് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ബ്ലോക്ക് 2 നിന്നും, അതുപോലെ തന്നെ ബ്ലോക്ക് 2 നിന്നും, അതുപോലെ തന്നെ ബ്ലോക്ക് 4 നിന്നും അത് 7 ടൈംസ് നമുക്ക് ഇൻക്വയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 3 നിന്നും അതുപോലെ തന്നെ യൂണിറ്റ് 9 ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്ന് 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോ ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ബാർ ചാർട്ടും പൈ ചാർട്ടും എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചാർട്ട് കണ്ട സമയത്ത് നമ്മളിത് അനലൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻവയോൺമെന്റ് അനാലിസിസിന്റെ ആ ഒരു ബ്ലോക്കിന്റെ പോർഷൻസും അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ബ്ലോക്കുകൾ നമ്മൾ ആ ഒരു ബാർ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 2 അതിലെ എൻവയോൺമെന്റ് അനാലിസിസ് നമ്മൾ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് 4 സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോളിംഗ് ഉള്ള ഒരു ഏരിയ, നമുക്ക് കൂടുതൽ ടെസ്റ്റ് നമുക്ക് ചോദിക്കുന്ന ഏരിയ ആണ്, നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. പിന്നെ ക്രിട്ടിക്കൽ ടോപ്പിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് അനാലിസിസ്, ഇവാലുവേഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബാലൻസ് പ്രിപ്പറേഷനിലോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടൈപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി
കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ചാണ് ഇത് നമ്മൾ പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഒരു 50 മാർക്സിനൊക്കെയാണ് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് 30 മാർക്കിനാണ് ചോദിച്ചു കാണാറുള്ളത്. ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 10 മാർക്സും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഒരു 10 മാർക്സും. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതിനെ ബ്ലോക്ക് വൈസ് നമ്മൾ കവർ ചെയ്ത് പറയുന്ന സമയത്ത് ഒരു ഫ്രീക്വൻസി ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാട്ടോ. ബ്ലോക്ക് 1 നിന്നാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകളായിരിക്കും രണ്ടെണ്ണം വരിക. പിന്നെ ബ്ലോക്ക് 2 ഫ്രീക്വൻസി പറയുമ്പോൾ 3 ആയിരിക്കും. അത് ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ നമ്മുടെ SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ് ഉണ്ടല്ലോ, ആ ഏരിയ. ബ്ലോക്ക് 3 ആണെങ്കിൽ കേസ് സ്റ്റഡീസ് ഓൺ സ്ട്രാറ്റജീസ്, ഏതെങ്കിലും സ്ട്രാറ്റജി തന്നിട്ട് അതിന്റെ കേസ് സ്റ്റഡീസ് എഴുതാനൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ബ്ലോക്ക് 4 എന്നാണെങ്കിൽ ക്രിട്ടിക് ആൻഡ് ലീഡർഷിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പറയുന്ന സമയത്ത്. ഇനി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഒരു 25 മാർക്സ് വരാനാണ് ചാൻസ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 എന്നാണെങ്കിൽ 35%, അതേപോലെ തന്നെ ബ്ലോക്ക് 3 എന്നാണെങ്കിൽ 20%, അതുപോലെ തന്നെ ബ്ലോക്ക് 4 എന്നാണെങ്കിൽ ഒരു 20 മാർക്സിന് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ആണ് ബ്ലോക്ക് 4 എന്ന് വരുന്നത്. പിന്നെ അതകത്ത് തന്നെ നമ്മളൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയഗ്രത്തിൽ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 50 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ നിലവിൽ കാണുന്ന പാറ്റേൺ അനുസരിച്ചിട്ടുള്ളത്. ഷോർട്ട് നോട്ട്സ് ഒരു 30 മാർക്കിന്, ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്, കേസ് സ്റ്റഡീസ് ഒരു 10 മാർക്കിനും ആയിരിക്കും ചോദിക്കുക. ഇതുവരെ ചോദിച്ചിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ ബ്ലോക്ക് വൈസ് ഇനി നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു പൈ ഡയഗ്രത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ബ്ലോക്ക് 2 നിന്ന് ഒരു 35% ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 25%, ബ്ലോക്ക് 4 20%, ബ്ലോക്ക് 3 ഒരു 20%. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് ബ്ലോക്ക് വൈസ് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്ലോക്ക് 1 25% പ്രതീക്ഷിക്കാം, ബ്ലോക്ക് 2 35%, ബ്ലോക്ക് 3 20%, ബ്ലോക്ക് 4 20%. ഓക്കെ, ഇനി നമ്മുടെ എക്സാം പാറ്റേണിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് സാധാരണ കണ്ടുവരുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ബാർ ഡയഗ്രം ഒക്കെ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എസ് എ ക്വസ്റ്റ്യൻസ് ഒരു 50% നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നുണ്ടാവുക സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എസ് എക്ക് ചോദിക്കുന്നുണ്ടാവുക. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് വിത്ത് ഇൻഡസ്ട്രി എക്സാമ്പിൾസ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള തിയറി, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതാണ്. നമ്മളത് എഴുതുന്ന സമയത്ത് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഇൻഡസ്ട്രി എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടെ വെച്ചിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ ആയിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പിന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ 30% പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും തന്നെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് തന്നിട്ട് എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റോ അല്ലെങ്കിൽ ബാലൻസ്ഡ് സ്കോർ കാർഡോ, അപ്പൊ ഇതൊക്കെ എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളത് എഴുതാനൊക്കെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോപ്പറേറ്റീവ് കൾച്ചർ, എന്താണ് കോപ്പറേറ്റീവ് കൾച്ചർ എന്ന് എഴുതാനായിട്ട് ചോദിക്കാം. ഈ ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ 10% ആണ് ചാൻസ്. അപ്പോൾ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവും.
അപ്പോൾ അനലിറ്റിക്കൽ എന്ന് പറയുന്ന സമയത്ത് ക്രിട്ടിക് ആകുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ക്രിട്ടിക് ദ പെസ്റ്റ്ലി അനാലിസിസ് ഫോർ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ്സ്. ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ്സിന്റെ പെസ്റ്റ്ലി അനാലിസിസ് ആണ് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പെസ്റ്റ്ലി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കല്, എക്കണോമിക്കല്, സോഷ്യല്, ടെക്നോളജിക്കല്, ലീഗല്, എൻവയോൺമെന്റൽ അനാലിസിസ്, ഇപ്പൊ ഇത്രയും അനാലിസിനെ നമ്മൾ ഈ പെസ്റ്റ്ലി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ബിസിനസ് എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ക്രിട്ടിക് ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കേസ് സ്റ്റഡീസ് 10% പറയുന്നുണ്ട്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ നമുക്ക് തരുമ്പോൾ പ്രാക്ടിക്കലി എങ്ങനെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും തിയറി തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അനലൈസ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ് ഇൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിലുള്ള ചലഞ്ചസ് ആണ് നമ്മളവിടെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെ നമ്മൾക്ക് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മളവിടെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് കേസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻസ് വരിക. അതും 10% ആണ് ഒരു ചാൻസ് നമ്മൾ പറയുന്നത്. ഇനി ആ ഒരു ബ്ലോക്കിന്റെയും യൂണിറ്റിന്റെയും ട്രെൻഡാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ബ്ലോക്ക് 1 നിന്നാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് 2 എന്നാണ് എങ്കിൽ ഇപ്പോൾ എക്സ്റ്റേണലും അതുപോലെ തന്നെ കോമ്പറ്റീവ് അനാലിസിസോ കണ്ടക്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരിക. പിന്നെ ബ്ലോക്ക് 3 എന്നാണ് എങ്കിൽ ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് പോലെയുള്ളതായിരിക്കും എഴുതാനായിട്ട് വരുന്നുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 നമുക്ക് ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലീഡർഷിപ്പ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഗവേണൻസ് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ക്രിട്ടിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവിടെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് 2 എന്നാണെങ്കിൽ 35% മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 1 അതുപോലെ തന്നെ ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് 25 അല്ലെങ്കിൽ 20% ആണ് ഈ രണ്ട് ബ്ലോക്കിന് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ 20% ആണ് നമ്മൾ അവിടെ ഒരു വെയിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വിഷ്വൽ ഇൻസൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ഓരോന്നും ആ ബാർ ഡയഗ്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം തന്നെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയ എന്താണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. അപ്പൊ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 തന്നെയാണെന്ന് നമുക്ക് ഇത്രയും അനാലിസിസ് കണ്ടക്ട് ചെയ്ത സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും. കോമ്പറ്റേറ്റീവ് അനാലിസിസ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എസ്സേയും ഷോർട്ട് എസ്സേയും ക്രിട്ടിക്കും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് എല്ലാം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളത്. നമ്മളത് എഴുതുന്ന സമയത്തും തന്നെ ഓരോന്നിന്റെയും സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അറിയാവുന്നത് ഒരുപാട് നേരം എഴുതിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒന്നും ആലോചിച്ച് എഴുതേണ്ട സമയം വരുമ്പോഴേക്കും നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടാതെ നമുക്ക് എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ടൈമിന് നമ്മൾ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിന് സമയത്ത്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് മാർക്കും കാര്യങ്ങളും നോക്കിയിട്ട് എക്സാം വേണ്ടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഒരു കൺസെപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ളതിന് സമയം കിട്ടാതെ ഇരിക്കരുത്. അപ്പോൾ ടൈം നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും വൈസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 1 നിന്ന് കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇത് തന്നെ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ സ്ട്രാറ്റജി, ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് തന്നെ യൂണിറ്റ് 2 നിന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ചോദിച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഡീറ്റെയിൽ. അത് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിന് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലോക്ക് 2 പോകുന്ന സമയത്ത് യൂണിറ്റ് 4 എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അനലൈസ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് യൂസിങ് പെസ്റ്റ്ലി ഫ്രെയിംവർക്ക്. പെസ്റ്റ്ലി ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ അനാലിസിനെ നമ്മൾ എന്ത് പറയുന്നത് ഈ പെസ്റ്റ്ലി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അത് 15 മാർക്സിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 കോമ്പറ്റീറ്റീവ് അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക്.
7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ബ്ലോക്ക് 3 പോകുന്ന സമയത്ത് യൂണിറ്റ് 7 നിന്നുള്ള ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ റോൾ ഓഫ് പോസ്റ്റ് ലീഡർഷിപ്പ് ഇൻ ബിസിനസ് സ്ട്രാറ്റജി. 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 നിന്ന് തന്നെ യൂണിറ്റ് 9 നിന്ന് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, അതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ ബ്ലോക്ക് 4 നിന്ന് യൂണിറ്റ് 10 എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ് ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. റോളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ലീഡർഷിപ്പിലുള്ള റോളാണ് ചോദിച്ചിട്ടുള്ളത്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4 നിന്ന് തന്നെ യൂണിറ്റ് 30 നിന്ന് ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഡിസ്കസ് ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് ഇൻ ഇവാലുവേഷൻ. ഈ സ്കോർ കാർഡിൻ്റെത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം കേട്ടോ. അപ്പൊ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന് നന്നായിട്ട് ഇത് എഴുതാൻ പാകത്തിനുള്ള ഒരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് ചോദിക്കുന്നത്, മാർക്ക് അലോക്കേഷന്റെ കാര്യമാണ്, ടോപ്പിക് വൈസ് ആണ് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 1 നിന്ന് ഒരു 21.1% മാർക്സും ചോദിക്കുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. പിന്നെ ബ്ലോക്ക് 2 നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ബ്ലോക്ക് 2 നിന്നാണ്. 31.6% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ബ്ലോക്ക് 2 നിന്നാണ് ചോദിച്ചു കാണുന്നത്. ഇതുവരെയുള്ള പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് പറയാണ് കേട്ടോ. ബ്ലോക്ക് 3 നിന്ന് 21.1% മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 നിന്ന് നോക്കുന്ന സമയത്ത് 26.3% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 4 നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്ലോക്ക് 1 നിന്ന് നമുക്ക് കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1, അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് കൺസെപ്റ്റ് ചോദിക്കുക. കൺസെപ്റ്റ് സ്ട്രാറ്റജി, അവിടെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മളോട് ചോദിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസോ അങ്ങനെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പോൾ എക്സാം വാട്ട് ഡു യു മീൻ ബൈ സ്ട്രാറ്റജി, ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. 4 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 10 മാർക്കിന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 കോമ്പറ്റീവ് അനാലിസിസ് 7 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ പോർട്ടേഴ്സിന്റെ 5 ഫ്രെയിംവർക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എക്സാം ഹോളത്തിന് മുമ്പായിട്ട്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാലൻസ് സ്കോർ കാർഡ് അത് 15 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ആവറേജ് മാർക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 10 to 15 ആണ് ആവറേജ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ അനാലിസിസ്, കോമ്പറ്റീറ്റീവ് അനാലിസിസ്, ഇതൊക്കെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എക്സാമിൽ. ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവാം. പിന്നെ ഇനി ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ അനാലിസിസ്, അതുപോലെ തന്നെ ബ്ലോക്ക് 1 നിന്ന് പറയുന്ന സമയത്ത് ഇൻഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ ബ്ലോക്ക് 4 സ്ട്രാറ്റജി, ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളും ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുള്ള ഏരിയകളാണ് കേട്ടോ.
ഇനി നമുക്ക് ഹൈ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട ഏരിയകളാണ് അല്ലെങ്കിൽ ബ്ലോക്കുകളാണ് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 2 നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ട്, ബ്ലോക്ക് 2 എന്നാണ് കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് എൻവയോൺമെന്റ് അനാലിസിസ്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഈ 2 ബ്ലോക്കുകൾ. പിന്നെ ആൻസേഴ്സും തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാമെന്ന് ഉറപ്പ് വരുത്തുക, നന്നായിട്ട് തന്നെ നോക്കുക. പിന്നെ നമ്മുടെ ട്രെൻഡൊക്കെ അനുസരിച്ച് പെസ്ലി ഫ്രെയിംവർക്കും ബാലൻസ് സ്കോർകാർഡും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയകളും തന്നെ നന്നായിട്ട് നോക്കി പഠിച്ച് എഴുതി നോക്കിയിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് എഴുതിയെടുക്കാനും വരുന്ന സമയത്ത് പെട്ടെന്ന് അത് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ എഴുതി ശീലിക്കാനും അത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രഡിക്ഷൻ അനാലിസിസിൽ നമ്മൾ പറയുന്നതും തന്നെ ഏത് ടോപ്പിക്കാണ് കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്, ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് തന്നെയാണ്. ബ്ലോക്ക് 1-ൽ നിന്ന് യൂണിറ്റ് 1-ലെ കൺസെപ്റ്റ് സ്ട്രാറ്റജി, അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, എപ്പോഴും ചോദിച്ച് കാണുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1-ൽ തന്നെ യൂണിറ്റ് 2-ലുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സ്, അതിനും തന്നെ പ്രോബിലിറ്റി ഹൈ ആണ്, ഇതും തന്നെ എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. നമ്മുടെ കോർ പ്രോസസ് ഒക്കെ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ബ്ലോക്ക് 2-ലോട്ട് പോകുന്ന സമയത്ത് യൂണിറ്റ് 4-ൽ നിന്നുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ്, ഇതും തന്നെ പ്രോബിലിറ്റി ഹൈ ആണ്, ഈ പെസ്ലി ഫ്രെയിംവർക്ക് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലോക്ക് 2-ൽ നിന്ന് യൂണിറ്റ് 5-ലെ കോമ്പറ്റേറ്റീവ് അനാലിസിസ്, ഇതിന്റെയും പ്രോബിലിറ്റി ഹൈ ആണ്, ചോദിച്ച് കാണാറുണ്ട്. ഇവിടെയാണ് നമുക്ക് ഫോട്ടോസിന്റെ 5 ഫോഴ്സ് ചോദിക്കാറുള്ളത്. പിന്നെ ബ്ലോക്ക് 3-ലോട്ട് പോകുമ്പോൾ യൂണിറ്റ് 7 എന്നുള്ള ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, മീഡിയം ലെവലിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ ബ്ലോക്ക് 3 എന്നുള്ള യൂണിറ്റ് 9 എന്നുള്ള കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, അതും തന്നെ മീഡിയം ലെവലിലാണ് ചോദിക്കാറുള്ളത്. ഒരു ഒക്കേഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം. പിന്നെ ബ്ലോക്ക് 4-ൽ യൂണിറ്റ് 10-ലെ സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ള, അത് അധികം ചോദിച്ചിട്ടില്ല, എന്നാൽ പിന്നെ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോ പ്രോബിലിറ്റി ആണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. അവിടെ ലീഡർഷിപ്പ് സ്റ്റൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബ്ലോക്ക് 4-ൽ യൂണിറ്റ് 13-ലെ ഇവാലുവേഷൻ, ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, കാരണം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇവാലുവേഷൻ ഫ്രെയിംവർക്കിന്റെ അതുപോലെ തന്നെ ബാലൻസ് സ്കോർ കാർഡിന്റെ ഒക്കെ ഒരു ഏരിയ, അതും തന്നെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പ്രോബിലിറ്റി റേറ്റിംഗ് ടോപ്പിക്കിന്റെ വൈസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈ പ്രോബിലിറ്റി കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ മീഡിയം പ്രോബിലിറ്റി, ലോ പ്രോബിലിറ്റി. അപ്പോൾ കൂടുതൽ ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇപ്പൊ നമ്മൾ ചോദിച്ച് കാണുന്ന ഏരിയകളെന്ന്, കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയ എന്നായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ പൈ ചാർട്ടാണ് പൈ ഡയഗ്രാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്ലോക്ക് 1-ൽ നിന്ന് 40% ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2-ൽ നിന്ന് 40% വരുന്നുണ്ട്. ബ്ലോക്ക് 4-ൽ നിന്ന് 20% ആണ് ടോപ്പിക്സ് ഹൈയിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ പ്രോബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസിന്റെ തന്നെ ഒരു ഇതാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ റേറ്റിംഗും അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മളവിടെ അത് ആ ടേബിൾ കണ്ട സമയത്ത് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈ, മീഡിയം, ലോ പ്രോബിലിറ്റിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഹൈ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 4-ൽ നിന്നുള്ള ഏരിയ, പെസ്ലി ഫ്രെയിംവർക്കാണ് ചോദിക്കാൻ ചാൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവാലുവേഷൻ എന്നുള്ള ബ്ലോക്ക് 4-ൽ നിന്നുള്ള ഇവാലുവേഷനിലെ ബാലൻസ് സ്കോർ കാർഡും അതുപോലെ തന്നെ ഇവാലുവേഷൻ സിസ്റ്റവും, ഇതാണ് നമുക്ക് ഹൈ പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മീഡിയം പ്രോബിലിറ്റി വരുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആയിരുന്നത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 7 എന്നുള്ള ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 9 എന്നുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ലോ പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ് ആയിരുന്നു. അത് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 10-ലായിരുന്നു. ലീഡർഷിപ്പ് സ്റ്റൈലും അതുപോലെ തന്നെ ചേഞ്ച് മാനേജ്മെന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ. അത് അത്ര അങ്ങോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ലോ ആണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഹൈ പ്രോബിലിറ്റി ബ്ലോക്ക് 4-ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 2 ആണ് കൂടുതൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോക്കസ് ഏരിയ തന്നെയാണ് പറയുന്നത്. പ്രയോറിറ്റി അനുസരിച്ച് പറയുന്ന സമയത്ത് ബ്ലോക്ക് 2-ഉം ബ്ലോക്ക് 4-ഉം നന്നായിട്ട് തന്നെ നോക്കാം. അതിൽ എക്സാംസ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് പെസ്റ്റ് അനാലിസിസ് അതുപോലെ തന്നെ പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഒന്നും വിട്ട് കളയരുത്, ബാലൻസ് സ്കോർ കാർഡ് തുടങ്ങിയിട്ടുള്ള ഏരിയകളൊന്നും വിട്ട് കളയരുത്, നന്നായിട്ട് നോക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിലുള്ള ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിസംബർ സൈക്കിളിലെ 2024 നടക്കാൻ പോകുന്ന എക്സാം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 മാർക്കിലോട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. 3 മണിക്കൂറിന്റെ
ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാം ഈക്വൽ ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിലോട്ടാണ് നമ്മൾ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് സ്ട്രാറ്റജിക് ഫണ്ടമെന്റൽസ് ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഡിഫൈൻ സ്ട്രാറ്റജി, എന്താണ് സ്ട്രാറ്റജി എന്നും ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നേച്ചർ ഏതൊക്കെയാണ് വരുന്നത് ഡിസ്കസ് ചെയ്യാൻ 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രാറ്റജി വേഴ്സസ് പോളിസി. പോളിസി സ്ട്രാറ്റജിയും ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രാറ്റജി വേഴ്സസ് ടാക്ടിക്സ്. പിന്നെ പ്രൊവൈഡ് റെലവെന്റ് എക്സാമ്പിൾസ്, അതിന്റെ എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് വേണം ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഡീറ്റെയിൽ. ഡീറ്റെയിൽ ആയിട്ട് അത് എന്താന്ന് പറയണം. അതുപോലെ തന്നെ വൈ സ്ട്രാറ്റജിക് ഇന്റന്റ് ഇമ്പോർട്ടന്റ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ എന്തുകൊണ്ടാണ് അത് ആ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ കാണിക്കണം. 15 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന് കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ആർ ദ കീ ചാലഞ്ചസ് ഫേസ്ഡ് ഡ്യൂറിംഗ് ദ ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇന്റന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ചാലഞ്ചസ് എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട്. 5 മാർക്സിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എൻവയോൺമെന്റൽ ആൻഡ് കോമ്പറ്റീറ്റീവ് അനാലിസിസ് എന്നാണ്. കണ്ടക്ട് ആൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് യൂസിംഗ് ദ ബെസ്റ്റ്ലേ ഫ്രെയിംവർക്ക്. ബെസ്റ്റ്ലേ ഫ്രെയിംവർക്ക് വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് എക്സാമ്പിൾസ് ടു ഇലിസ്ട്രേറ്റ് യുവർ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ്സിനെ നമുക്ക് നരേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടേതായ എക്സാമ്പിൾസ് കൂടെ യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. 10 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക്. പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് ഫ്രെയിംവർക്കും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്ലൈ ടു അനലൈസ് ദ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഓഫ് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. നമ്മുടെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ കാണിക്കണം. 10 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ചെയ്തുമ്പോൾ 20 മാർക്സ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്സ് ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഏരിയ എന്നാണ്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും കൂടെ അവിടെ എഴുതി കൊടുക്കണം. 10 മാർക്സിനാണ് ഒരു ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടെ ഉണ്ട് അതിനകത്ത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് ഇൻ അച്ചീവിങ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാനുള്ള കോസ്റ്റ് ലീഡർഷിപ്പിന്റെ റോൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കൂടെ തന്നെ പ്രൊവൈഡ് റെലവെന്റ് ഇൻഡസ്ട്രി എക്സാമ്പിൾസ്. നമ്മൾ ലൈവ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, റെലവെന്റ് ആയ എക്സാമ്പിളും കൂടെ നമ്മൾ അവിടെ വെച്ച് നാരേറ്റ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ട്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഏരിയ എന്നാണ്. വാട്ട് ആർ ദ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്. ഏതൊക്കെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് എഴുതണം. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഓർഗനൈസേഷൻസ് പെർസ്യൂസ് ദം. അതിന്റെ സർക്കംസ്റ്റാൻസസും കൂടെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. 10 മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് റൂട്ട്സ് ടു ഡൈവേഴ്സിഫിക്കേഷൻ. യൂസ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ എക്സ്പ്ലനേഷൻ. നമുക്ക് അതിന്റെ റൂട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡൈവേഴ്സിഫിക്കേഷന്റെ. അത് എക്സാമ്പിളും കൂടെ വെച്ചിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. അതും 10 മാർക്സിനാണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നാണ്. ഡിസ്കസ് ദ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ലീഡർഷിപ്പിന്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതൊക്കെയാണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വിത്ത് എക്സാമ്പിൾ. ലീഡർഷിപ്പിന്റെ സ്റ്റൈൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് എക്സാമ്പിൾ സഹിതമാണ് നമ്മളത് എഴുതേണ്ടത്. 10 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഹൗ ഡസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പാക്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷന് വേണ്ടി എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ എഫക്റ്റീവ്നെസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഇമ്പാക്ടിന്റെ എഫക്റ്റീവ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും തന്നെ 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിന്റെ ഏരിയ എന്നാണ്. വാട്ട് ഈസ് എ സ്ട്രാറ്റജിക് കൺട്രോൾ. സ്ട്രാറ്റജിക് കൺട്രോൾ എന്താണ്, അതുപോലെ തന്നെ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം. എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും 10 മാർക്സിനാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച്. ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ആൻ ഓർഗനൈസേഷൻസ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് കൂടെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും തന്നെ 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി പറഞ്ഞിട്ടുള്ളത് അനലൈസ് ദ ഫോളോയിങ് കേസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. XYZ is a mid-sized manufacturing company facing declining profits in its domestic market due to increased competition. The company is considering international expansion
as a potential solution. അപ്പൊ അവിടെ ഒരു കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ഫേസിലാണ് ഇപ്പൊ ആ ഒരു കമ്പനി ഉള്ളത്. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ സ്ട്രാറ്റജി ഫ്രെയിംവർക്ക് ദാറ്റ് XY corporation should use to analyze its global environment. അപ്പോൾ ഗ്ലോബൽ എൻവയോൺമെന്റ് വെച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, ഒരു കേസ് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അത് വെച്ചിട്ട് വേണം നമ്മളത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാനായിട്ട്, അത് അനലൈസ് ചെയ്യാനായിട്ട്. അത് 10 മാർക്കിനാണ്. അതുപോലെ തന്നെ സജസ്റ്റ് സ്ട്രാറ്റജിക് എൻട്രി മോഡ് ഫോർ XYZ കോർപ്പറേഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ചോയ്സ്. അപ്പൊ നമുക്ക് ഏത് സ്ട്രാറ്റജിയാണ് ഇനി അവർക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ സജസ്റ്റ് ചെയ്താൽ മാത്രം പോരെ, നമ്മൾ ആൻസറിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തും കൂടെ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇതും തന്നെ 10 മാർക്ക്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് സ്റ്റഡിയും കൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത്. 8 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ട്രെൻഡ് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് വരാൻ ചാൻസ് ടൈപ്പ് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻസേഴ്സ് നമുക്ക് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഏതാണോ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അത് നന്നായിട്ട് പഠിക്കുക. പഠിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.